33 ഉപദേവതകൾക്ക് ഒപ്പം സദാശിവനായി ശ്രീ മഹാദേവൻ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ശൈവഭക്തി സാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു ശിവക്ഷേത്രമാണിത്. ശിവരാത്രി കഴിഞ്ഞ് അമാവാസി നാളിൽ സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂലിംഗമാണ്. മാതൃഹത്യാ പാപത്തിൽ നിന്നും രക്ഷ നേടാൻ തപം ചെയ്ത പരശുരാമന് മുമ്പിൽ പ്രത്യക്ഷനായ മഹാദേവനെ പരശുരാമൻ ഈ ശ്രീലകത്ത് കുടിയിരുത്തുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കണിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നാണത്രേ പരശുരാമൻ തപസ് അനുഷ്ഠിച്ചത്. ആ കൊന്ന ചുവട്ടിലും അദ്ദേഹം ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അതാണ് കൊന്നയ്ക്കൽ ശിവൻ എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശൈവസന്യാസി സുന്ദരമൂർത്തി നായനാർ തിരുവഞ്ചിക്കുളത്തെത്തി ഭഗവാനെ കീർത്തനങ്ങൾ പാടി സ്തുതിച്ചു. ആ കീർത്തനാലാപത്തിനൊത്ത് മഹാദേവൻ ചുവടുകൾ വച്ച് നൃത്തം ചെയ്തു. അപ്പോൾ ഭഗവാന്റെ ചിലമ്പൊലി ശബ്ദം ക്ഷേത്രത്തിലെമ്പാടും അലയടിച്ചതായും ഐതിഹ്യമുണ്ട്. അതിനാൽ ഈ ക്ഷേത്രത്തിൽ നടരാജമൂർത്തിക്കും പ്രതിഷ്ഠയുണ്ട്. ഇന്ത്യാ ചരിത്രത്തിലും വിശിഷ്യ കേരള ചരിത്രത്തിലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം. ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രമായിരുന്നു ഇത്. 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ചേരമാൻ പെരുമാളാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് കണക്കുകൂട്ടൽ. ആദിചേരന്മാരുടെ കാലത്ത് തിരുവഞ്ചിക്കുളം ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. ശൈവഭക്തരായ ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും സുഹൃത്തുക്കളായിരുന്നു. ശിവകീർത്തനങ്ങൾ പാടി അവർ ഏറെ സഞ്ചരിച്ചു. ഇരുവരും ഈ ക്ഷേത്രസന്നിധിയിൽ വച്ചാണ് സമാധി അടഞ്ഞത് എന്നും പറയപ്പെടുന്നു. തിരുവഞ്ചിക്കുളത്തപ്പൻ കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത്. കിഴക്കേ നടയിൽ മനോഹരമായ ഒരു ഗോപുരമുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴമ പേറുന്ന ഈ ഗോപുരം ഒരു സുന്ദര ശില്പമാണ്. പടിഞ്ഞാറേ നടയിലും ഒരു ഗോപുരമുണ്ടായിരുന്നു. എന്നാൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ ആ ഗോപുരം തകർക്കപ്പെട്ടു. ഗോപുരത്തിനടുത്ത് ഗോപുരത്തിങ്കൽ തേവർ എന്നൊരു പ്രതിഷ്ഠയുണ്ട്. ഗോപുരവാടത്തിലൂടെ അകത്തു പ്രവേശിച്ചാൽ വടക്കു ഭാഗത്തായി ദേവസ്വം ഓഫീസ് കെട്ടിടവും കാണാം. ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തായി 3 നിലകളോടുകൂടിയ പ്രൗഢഗംഭീരമായ ഗോപുരം, ഏകദേശം 4 ഏക്കർ വിസ്തൃതി വരുന്ന മതിലകം, അതിൽ 2 തീർത്ഥകുളങ്ങളും, കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വലിയ തൂണുകളോടുകൂടിയ നടപ്പന്തലുകളുണ്ട്. സുബ്രഹ്മണ്യൻ, ദുർഗാദേവി, ഗംഗാദേവി, കൊന്നയ്ക്കൽ തേവർ, ദക്ഷിണാമൂർത്തി, ഹനുമാൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, പശുപതി എന്നീ പ്രതിഷ്ഠകൾ മതിലകത്ത് കാണാം. പൂമാലകളും ചന്ദ്രക്കലകളും കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള വിഗ്രഹത്തിൽ അനന്തകാരുണ്യത്തിൻ്റെ അനുപമമൂർത്തിയെ ഭക്തർക്ക് ദർശിക്കാം. ശ്രീകോവിൽ മനോജ്ഞമായ ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ്. ശൈവമയമായ കഥാരൂപങ്ങൾ കൂടാതെ ഇന്ദ്രനും ദക്ഷിണാമൂർത്തിയും നരസിംഹമൂർത്തിയും ബ്രഹ്മാവും ഭൂതമാലകളും പക്ഷിമാലകളും മൃഗമാലകളുമുണ്ട്. ശ്രീകോവിലിന് പിറകുവശത്തായി വലിയൊരു കെടാവിളക്കുണ്ട്. ഭഗവാന്റെ പത്നിയായ പാർവതീദേവിയുടെ സാന്നിധ്യമായി ഈ പിൻവിളക്കിനെ കണക്കാക്കപ്പെടുന്നു. കരിങ്കല്ലിൽ നിർമ്മാണം നടത്തിയിട്ടുള്ള വലിയ നാലമ്പലത്തിൻ്റെ പുറം ചുമരുകളിൽ വിളക്കുമാടം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് 2 തിടപ്പള്ളികളും ഉണ്ട്. ക്ഷേത്രത്തിനകത്ത് തീർത്ഥകിണറും ദീർഘചതുരാകൃതിയിലുള്ള നമസ്കാര മണ്ഡപവും, മണ്ഡപത്തിൻ്റെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും ശില്പങ്ങളും
മറ്റ് നിരവധി ദേവതാരൂപങ്ങളും കാണാം. മണ്ഡപത്തിൽ ഭഗവാന് അഭിമുഖമായി ഭഗവത് ധ്യാനത്തിലിരിക്കുന്ന നന്ദി വിഗ്രഹവും ഉണ്ട്. ചതുർബാഹുവായ ഗണപതി, ചേരമാൻ പെരുമാൾ, സുന്ദരമൂർത്തി നായനാർ, ശിവപാർഷദനായ ഭൃംഗീരടി, പള്ളിയറ, സപ്തമാതൃക്കൾ, സന്ധ്യവേലയ്ക്കൽ ശിവൻ എന്നിവരും ക്ഷേത്രത്തിനകത്തുണ്ട്. പ്രതിഷ്ഠയ്ക്ക് പള്ളിയറയുള്ള കേരളത്തിലെ 2 ക്ഷേത്രങ്ങൾ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രവും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രവുമാണ്. പള്ളിയറയിൽ ഒരാട്ടുകട്ടിലും സമീപത്ത് ഒരു നിലവിളക്കുമുണ്ട്. രാത്രി തൃപ്പുക കഴിഞ്ഞാൽ ഭഗവാനെയും ദേവിയെയും പള്ളിയറയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വെച്ചാണ് അതിവിശേഷമായ ദമ്പതി പൂജയും നടക്കുന്നത്. ഈ പള്ളിയറയ്ക്ക് കാവലായി പള്ളിയറ ശിവൻ എന്നൊരു പ്രതിഷ്ഠയും കാണാം. ഇത്രയധികം ശ്രീകോവിലുകൾ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലല്ലാതെ മറ്റെങ്ങും കാണില്ല. ക്ഷേത്രത്തിന് അകത്ത് ഒരു ശ്രീകോവിലിൽ ശിവകുടുംബത്തിൻ്റെ ധ്യാനസങ്കല്പമായ ശക്തി പഞ്ചാക്ഷര പ്രതിഷ്ഠയുണ്ട്. കൈലാസത്തിലെ രത്നപീഠത്തിൽ പുത്രരായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തിയിരിക്കുന്ന ശിവപാർവതിമാരുടെ സദാശിവഭാവം. ഭദ്രകാളിയും പരമേശ്വരനും നടരാജനും ചണ്ഡികേശ്വരനും ഉണ്ണിത്തേവരും എല്ലാം ഇവിടെ പ്രതിഷ്ഠിതരായിരിക്കുന്നു. പ്രദോഷ നൃത്തേശ്വരനായ നടരാജമൂർത്തിക്ക് പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ചിദംബരം ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ നടരാജനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ചേരമാൻ പെരുമാളാണ്. നിത്യവും 5 പൂജകളും 3 ശിവേലികളുമുള്ള ക്ഷേത്രമാണിത്. എല്ലാ പൂജകൾക്കും അകത്ത് ഇടയ്ക്ക കൊട്ടി അഷ്ടപതി ആലാപനവും പുറത്ത് നാദസ്വര വായനയും ഉണ്ട്. തമിഴ് കൃതികളായ പെരിയ പുരാണത്തിലും തേവാര പതികങ്ങളിലും അഞ്ചൈകുളം എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം കുലശേഖര പെരുമാളിൻ്റെ കാലഘട്ടത്തിന് ശേഷം പെരുമ്പടപ്പ് രാജവംശത്തിൻ്റെ അധീനതയിലായി. സാമൂതിരിയുടെ ആക്രമണത്തിൽ പരാജിതരായ പെരുമ്പടപ്പ് സ്വരൂപം തലസ്ഥാനം വഞ്ചിയിലേക്ക് മാറ്റി. അങ്ങനെ കൊച്ചി രാജാവിൻ്റെ പ്രധാന ക്ഷേത്രമെന്ന പദവി തിരുവഞ്ചിക്കുളത്തിന് ലഭിച്ചു. 1780 കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി നാളിൽ ഈ ക്ഷേത്രം ഡച്ചുകാരുടെ ആക്രമണത്തിന് ഇരയായി. ബിംബം തട്ടിയുടയ്ക്കുകയും സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഗോപുരം തകർക്കപ്പെട്ടു. 1801 കൊച്ചി സർക്കാർ ഈ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ചിദംബരം ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലുള്ള തിരുവഞ്ചിക്കുളം ക്ഷേത്രം 1982 പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷണം നൽകി വരുന്നു. കൊടുങ്ങല്ലൂരിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന തിരുവഞ്ചിക്കുളത്തപ്പൻ്റെ ആലയം അവാച്യമായ അനുഭവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഈശ്വര സന്നിധിയാണ്. ഈ മതിലകത്ത് നാം കാലുകുത്തുമ്പോൾ അനേകം നൂറ്റാണ്ടുകളുടെ ആഴമേറിയ ചരിത്രത്തിൽ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു ഭക്തർക്ക്. അകലങ്ങളിലേക്ക് അനുസ്യൂതം തീർത്ഥാടനങ്ങളുമായി കേരളത്തിൽ നിന്ന് അനേകർ സഞ്ചരിക്കുന്നു. എന്നാൽ തിരുവഞ്ചിക്കുളത്തേക്കൊന്ന് വന്നു നോക്കുക. ഈ തിരുസന്നിധിയിൽ അല്പനേരം ചെലവഴിക്കുക. എല്ലാം മംഗളകരമാക്കുന്ന പരമശിവൻ്റെ
ശ്രീ മഹാദേവൻ്റെ നടരാജമൂർത്തിയുടെ അനുപമമായ വാത്സല്യസ്പർശം ഭക്തർ അനുഭവിക്കാതിരിക്കുകയില്ല. ഓം നമഃ ശിവായ.